നിലപാടുകൾ ആരുടെ മുഖത്തും നോക്കി പറയാൻ അദ്ദേഹം മടിച്ചിരുന്നില്ല. മുല്ലപ്പെരിയാറിലും നദികെട്ടാലിലും അദ്ദേഹം കയറിയിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ മൂന്നാർ ഓപ്പറേഷൻ നമ്മൾ കണ്ടതാണ്. പെമ്പിള്ള ഒരു സമരത്തിൽ അദ്ദേഹം നൽകിയ പിന്തുണ, കൂടംകുളം വിരുദ്ധ സമരത്തിൽ ആണവ ശാലയ്ക്കെതിരായ സമരം നമ്മൾ കണ്ടതാണ്. പ്ലാച്ചിമടയിൽ ജലചൂഷണത്തിനെതിരെ കൊക്കക്കോളയെ പോലുള്ള ബഹുരാഷ്ട്ര കമ്പനിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നിൽ നിന്നത് മറ്റാരുമായിരുന്നില്ല, അതും VS അച്യുതാനന്ദൻ എന്ന കേരളത്തിന്റെ VS ആയിരുന്നു. സർ CP-ക്കെതിരെ തുടങ്ങിയ പ്രക്ഷോഭം, അന്ന് ആരംഭിച്ച സമരങ്ങൾ, പിന്നീട് ബഹുരാഷ്ട്ര കുത്തകൾക്കെതിരെ വരെ ആ രീതിയിലുള്ള സമരം ചെയ്യാനുള്ള ധൈര്യമുണ്ടായിരുന്ന നേതാവാണ് VS. നിയമസഭയിൽ ആകട്ടെ, നിയമ പോരാട്ടങ്ങളിലാകട്ടെ VS എന്നും മുന്നിൽ തന്നെയായിരുന്നു. അഴിമതി കണ്ടാൽ, തെറ്റു കണ്ടാൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നേതാവായിരുന്നു VS. നിയമത്തെ ഇത്രയധികം, നിയമ സംവിധാനങ്ങളെ, നീതിന്യായ സംവിധാനങ്ങൾ ഇത്രയധികം വിശ്വസിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ? പലപ്പോഴും അദ്ദേഹം കോടതികളിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ടു. പക്ഷേ ആ തിരിച്ചടിക്ക് അപ്പുറത്ത്, അതിനപ്പുറത്തൊരു വിജയമുണ്ടാകും, നീതിയുടെ വിജയമുണ്ടാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ ജയിലിലടയ്ക്കാൻ ആ VS-ന്റെ നിയമ പോരാട്ടമാണ് ആ ചരിത്രത്തിൽ ആദ്യമായി ഇടയാക്കിയത്. വിട്ടുകൊടുക്കാത്ത പോരാളിയായിരുന്നു VS. അതിൽ പലപ്പോഴും നിയമത്തിന്റെ സഹായം കൂടി അദ്ദേഹം തേടിയിട്ടുണ്ട്. കയർ തൊഴിലാളികളുടെ നേതാവാണ് അദ്ദേഹം, കർഷക തൊഴിലാളികളുടെ നേതാവാണ് അദ്ദേഹം, മത്സ്യത്തൊഴിലാളികളുടെ നേതാവാണ് അദ്ദേഹം. ആ തൊഴിലാളി വർഗമാണ് VS-നെ കാണാൻ, ഒരുപക്ഷെ അവരും അവരുടെ സന്തതി പരമ്പരകളുമാണ് VS-നെ കാണാൻ ഈ രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ തടിച്ചുകൂടുന്നത്. ഓരോ മേഖലയിലും വരികയാണ്. സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ പ്രശ്നങ്ങളായിരുന്നു VS എന്നും ഉയർത്തിക്കാട്ടിയത്. അവർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ എല്ലാ പോരാട്ടങ്ങളും. അതുകൊണ്ട് തന്നെ VS-നെ ആ തൊഴിലാളികൾ എങ്ങനെ മറക്കും, അവരുടെ പിന്മുറക്കാർ എങ്ങനെ മറക്കും? VS നടന്നു തീർക്കാത്ത വഴികൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകില്ല. ആ VS കണ്ടുതീരാത്ത ആളുകൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകില്ല. VS ഏറ്റെടുക്കാത്ത വിഷയങ്ങൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകില്ല. അത് പിന്നീട് ആലപ്പുഴയുടെ, പുന്നപ്പറയുടെ നായകൻ, കേരളത്തിലെ മുഴുവൻ സമര നായകനും പോരാട്ട നായകനുമായി മാറിയതാണ് VS-ന്റെ ജീവചരിത്രത്തിന്റെ സംക്ഷിപ്ത രൂപം. ആ VS ആണ് ഇനി ഒരിക്കലും വടക്കമില്ലാത്ത യാത്ര തന്റെ പ്രിയപ്പെട്ട വേലിക്കകത്ത് വീട്ടിലേക്ക്, പുന്നപ്പറ വടക്കുള്ള വേലിക്കകത്ത് വീട്ടിലേക്ക് നടത്തുന്നത്. അവിടെ നിന്ന് അദ്ദേഹം തന്റെ ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹം പ്രവർത്തിച്ച ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹത്തെ വിലാപയാത്രയായി അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകും. പിന്നീട് പൊതുദർശനം. പിന്നെ ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവും, പ്രത്യേകിച്ച് ആലപ്പുഴ എന്നുള്ള ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവും ആഗ്രഹിക്കുന്ന അന്ത്യവിശ്രമം, അത് വലിയ ചുടുകാട്ടിലാണ്. പുന്നപ്ര രക്തസാക്ഷികൾക്കൊപ്പം VS അന്ത്യവിശ്രമം കൊള്ളും. ഒരുപക്ഷെ അന്ന് പോലീസിന്റെ തോക്കിന് മുന്നിൽ, CP-യുടെ പട്ടാളത്തിന്റെ തോക്കിന് മുന്നിൽ നിന്ന് VS രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിനൊപ്പം നിരവധി സമര പോരാളികൾക്ക് അന്ന് ജീവൻ കൊടുക്കേണ്ടി വന്നു. അവരുടെ നേതാവായി നിന്ന VS ഒടുവിൽ അവർക്ക് അരികിലേക്ക് എത്തുകയാണ്. രക്തസാക്ഷികൾക്കൊപ്പം VS-ഉം അവിടെ അന്ത്യനിദ്രയ്ക്ക് എത്തും. കുട്ടനാട് VS-ന്റെ കർമ്മഭൂമിയാണ്. കുട്ടനാട് VS-ന്റെ ഇഷ്ടഭൂമിയാണ്. കുട്ടനാട് VS തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക്, കയർ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ഒരു സംഘടിത രൂപമുണ്ടാക്കിയ, അവർക്ക് അഭിമാനബോധം ഉണ്ടാക്കിയ നേതാവാണ് VS. കുട്ടനാടിന്റെ വീരപുത്രനാണ് VS. നിരവധി കഥകളുണ്ട് കുട്ടനാട്ടുകാർക്ക്, ആലപ്പുഴക്കാർക്ക് VS-നെ പറ്റി പറയാൻ. കർഷക തൊഴിലാളികൾക്ക് വേണ്ടി, പാവപ്പെട്ട കർഷക തൊഴിലാളി സ്ത്രീകൾക്ക് വേണ്ടി ജന്മിമാരോട് പോരടിച്ചു നിന്ന VS. അക്ഷരാർത്ഥത്തിൽ അവർക്കെതിരെ ബലപ്രയോഗത്തിനോടുകൂടി അവരുമായി മല്ലിട്ട് നിന്ന VS എന്ന പഴയ യുവാവ്. അങ്ങനെ VS അച്യുതാനന്ദന്റെ കഥകൾ നിരവധിയുണ്ട്. ആലപ്പുഴക്കാർക്ക് പാടി നടക്കാൻ, അവർക്ക് ആവേശം കൊള്ളാൻ. അത്തരത്തിലുള്ള നേതാവിന്റെ അന്ത്യനിദ്രയാണ്, അന്ത്യനിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. VS തന്റെ പിറന്ന നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്ര അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തലസ്ഥാനത്ത് നിന്ന് ആരംഭിച്ചു. VS-ന്റെ യാത്രകൾ എപ്പോഴും മാധ്യമങ്ങൾക്കും കൗതുകമുള്ളതാണ്, വാർത്താ പ്രാധാന്യമുള്ളതാണ്. VS എവിടെ പോയാലും അവിടെ പ്രതികരണമുണ്ടാകും. ആ പ്രതികരണങ്ങൾ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും അഴിമതിക്കാരെ മുൾമുറി നിർത്തുന്നതാകാം, അവർക്ക് അപായ സൂചന നൽകുന്നതാകാം VS-ന്റെ പ്രതികരണങ്ങൾ. ആ പ്രതികരണങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രയോ തവണ VS-നെ കണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു. കഴിഞ്ഞ 6 വർഷമാണ്
കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്ക് ശേഷം വി എസിന്റെ പ്രതികരണങ്ങളില്ലാതെ വി എസിന്റെ ഇടപെടലുകളില്ലാതെ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെ മുന്നോട്ട് പോകണം, എന്താകണം പ്രചരണ വിഷയമെന്ന് നിശ്ചയിച്ച നേതാവായിരുന്നു വി എസ്. വിജയം മാത്രമായിരുന്നില്ല വി എസിന്റെ ശക്തി, വിജയം മാത്രമായിരുന്നില്ല വി എസിന് എപ്പോഴും ഉണ്ടായിരുന്നത്. അദ്ദേഹം പരാജയം ഭക്ഷിച്ചു ജീവിച്ച നേതാവ് കൂടിയാണ്. പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് മുന്നേറിയ നേതാവ് കൂടിയാണ്. പരാജയങ്ങൾ വരുമ്പോൾ തളർന്നിരിക്കുകയല്ല. മാരാരിക്കുളം പോലെ CPM-ന്റെ ഏറ്റവും ശക്തികേന്ദ്രമായ ഒരു മണ്ഡലത്തിൽ തോൽവി നേരിട്ട വി എസ് അവിടെ നിന്ന് രാഷ്ട്രീയം മതിയാക്കുകയല്ല ചെയ്തത്. തുടർന്ന് അതിശക്തനായി വീണ്ടും തിരിച്ചു വരികയാണ് വി എസ് ചെയ്തത്. പാർട്ടി സമ്മേളനങ്ങളിൽ വെട്ടിനിർത്തപ്പെട്ടപ്പോൾ ഒരു ഘട്ടത്തിൽ വെട്ടിനിർത്തപ്പെടുകയും ചെയ്തപ്പോൾ വി എസ് പുന്നപ്രയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയല്ല ചെയ്തത്. അന്ന് പലപ്പോഴും ഈ 2005 പാർട്ടി സമ്മേളനത്തിന് ശേഷം പലരും കരുതി വി എസ് രാഷ്ട്രീയത്തിന് അവസാനമാകുന്നു, അദ്ദേഹം പുന്നപ്രയിലെ വീട്ടിൽ ഇനി വിശ്രമിക്കുമെന്ന് പലരും കരുതി. പലരും അത് പരിഹസിച്ചു, അദ്ദേഹത്തെ കളിയാക്കി. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. 2006 കേരളത്തിലെ മുഖ്യമന്ത്രിയായാണ് വി എസ് തിരിച്ചു വന്നത്. അങ്ങനെ തിരിച്ചടികളിൽ നിന്ന് ഊർജം കൊണ്ട് തിരിച്ചടികളിൽ നിന്ന് വിജയങ്ങളിലേക്ക് യാത്രയായ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ. പുന്നപ്ര വയലാറിന്റെ സമര നായകനാണ്. ആ പുന്നപ്ര വയലാറിൽ സമരം ചെയ്ത് എല്ലാം പ്രതിസന്ധികളും അതിജീവിച്ചു വന്ന നേതാവാണ്. പി കൃഷ്ണപിള്ളയുടെ മത്സര ശിഷ്യനാണ്. കൃഷ്ണപിള്ള പകർന്നു നൽകിയ കമ്മ്യൂണിസ്റ്റ് പാഠങ്ങളാണ് വി എസ് എന്ന നേതാവിനെ പരുവപ്പെടുത്തിയത്. അവിടെ നിന്നാണ് വി എസ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളിലേക്ക് കൂടി സമ്മതിപ്പിക്കാൻ അവരെ കൂടി തന്റെ പാർട്ടിയുടെ ആശയപ്രചരണത്തിലേക്ക് കൊണ്ടുവരാൻ ഇറങ്ങി നടന്ന നേതാവാണ്. കുട്ടനാടിന്റെ എല്ലാ ഭൂമികയും അദ്ദേഹം നടന്നു തീർത്തു. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം തൊഴിലാളികളെ കണ്ടു, പാവങ്ങളെ കണ്ടു, അവരുടെ പ്രശ്നങ്ങൾ കേട്ടു, അതിന് പരിഹാരം ഉണ്ടാക്കി. മുഖ്യമന്ത്രി ആയിരിക്കുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും തന്നെ കാണാനെത്തുന്നവരെ കേൾക്കാൻ വലിയ സമയം വി എസ് മാറ്റിവച്ചിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി തന്റെ വടിവത്ത അക്ഷരങ്ങൾ എഴുതിയെടുത്ത് അത് വായിച്ചു മനസ്സിലാക്കി, അറിയാത്ത കാര്യങ്ങൾ അത് അറിയുന്ന ആളുകൾ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് അങ്ങനെ അദ്ദേഹം ഉയർത്തിവിട്ട വലിയ ആരോപണങ്ങളുണ്ട്. വളരെ കൃത്യമായി ആ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. പലപ്പോഴും പല ആളുകൾക്കും കഴിയാതെ പോകുന്നതാണ്. വിവരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ആ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വി എസ് അങ്ങനെയായിരുന്നില്ല. വി എസ് ഒരു വിഷയം ഏറ്റെടുത്താൽ അത് പഠിക്കാൻ ശ്രമിച്ചാൽ അത് അവതരിപ്പിക്കുന്നതും അത് പിന്നീട് അതിന്റെ ഫോളോ അപ്പും ഒക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ പാഠമാണ്, എല്ലാവർക്കും ഒരു പാഠമാണ്. അങ്ങനെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ആളുകളിലേക്ക് എത്തിച്ച നേതാവാണ്. ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ മാനവിക മുഖമാണ്. പാവങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ ആശയമായി കണ്ട നേതാവാണ്, ആശയായി കണ്ട നേതാവാണ്. അത്തരമൊരു നേതാവാണ് ഈ 82-ാം വയസ്സിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം പുതിയൊരു യുവത്വത്തിലേക്ക് കടക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ വി എസിന്റെ ഓരോ പിറന്നാളുകളും അദ്ദേഹത്തിന്റെ പ്രായം വർദ്ധിപ്പിക്കുകയായിരുന്നില്ല, അദ്ദേഹത്തിന്റെ പ്രായം കുറയ്ക്കുകയായിരുന്നു. 90കളുടെ മധ്യത്തിൽ പോലും വളരെ സജീവമായി നിന്ന നേതാവാണ്. അത്തരമൊരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ വിരളമാണ്. അത്തരം നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയവും വി എസിന്റെ വേർപാടിനെ ആ രീതിയിൽ രാഷ്ട്രീയ എതിരാളികൾ പോലും ആ രീതിയിൽ കാണുന്നത്. കേരള